കഴിഞ്ഞ ആഴ്ച ജിത്തൂട്ടന് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഒന്നും കഴിക്കുന്നതുമില്ല. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് പാരസെറ്റമോൾ പനിക്കുള്ള മരുന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടൊന്നും കുറവില്ല. കാക്കതോ എന്നത്തെ വേണ്ട എൻ്റെ പൊന്നുമോനെ. എൻ്റെ പൊന്നുമോ ഒന്നും കഴിച്ചില്ലല്ലേ. കഴിക്കും മക്കളെ, ചെല്ലക്കുട്ടി കഴിക്ക്, കൊഞ്ചം കഴിക്ക്. തിന്നുമോനെ എന്നെ മക്കളെ. അന്ന് രാത്രി ഉറങ്ങിയതേ ഇല്ല. സൈഷേട്ടനെ ഞാൻ മാറി മാറി കൊണ്ടു കിടക്കായിരുന്നു കേട്ടോ. പാല് പോലും ഊറി കുടിക്കാൻ പറ്റുന്നില്ല ജിത്തൂട്ടന്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം തന്നെ അതെ അബിക്കുട്ടൻ ലീവ് എടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ ജിത്തൂട്ടന് പനിയില്ല. പക്ഷേ നമ്മൾ ജിത്തൂട്ടിൻ്റെ പുറത്തൊക്കെ ചെറിയ ചെറിയ കുരുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കൊതുകടി ഉണ്ടതായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡോക്ടർ കണ്ടിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞത് തക്കാളിപ്പനിയാണെന്ന്. അബിക്കുട്ടനും ചെറുപ്രായത്തിൽ 3 വയസ്സിൽ തക്കാളിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരീരം മൊത്തം ഇങ്ങനെ വീർത്ത് ഇങ്ങനെ കുമ്മള പോലെ വന്നിട്ട് നല്ല വേദനയായിരിക്കും. ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത, വായിൽ വരെ ആ വ്രണം വരും കേട്ടോ. അതുകൊണ്ടാണ് ജിത്തൂട്ടിന് പാലൊന്നും ഊറി കുടിക്കാൻ പറ്റാത്തതായത്. കാരണം വായിലും അതിൻ്റെ പുണ്ണുകളൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിന് കുറുക്ക് രൂപത്തിലുള്ള വെള്ളം പോലത്തെ ആഹാരങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് മരുന്ന് മേടിച്ചിട്ട് പോകുന്ന വഴിക്ക് ചായക്കടയിൽ കയറി ചായ കഴിച്ചിട്ട് പിന്നെ അബിക്കുട്ടന് മുടി വെട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബാർബർ ഷോപ്പിൽ കയറി അബിക്കുട്ടനെ മുടി വെട്ടുകയാണ്. അത് കഴിഞ്ഞിട്ട് അബിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സൊക്കെ മേടിക്കാനായിരുന്നു. അങ്ങനെ ഒരു ബേക്കറി കടയിൽ കയറി കുറച്ച് സ്നാക്സും പിന്നെ അലുവ പിന്നെ മിച്ചർ ഒരു ബിസ്ക്കറ്റ് ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിൽ ചെന്നിട്ട് ജിത്തൂട്ടിന് മരുന്ന് കൊടുത്തു. പിന്നെ ഓയിൽമെൻ്റ് ഒക്കെ തന്നായിരുന്നു. അങ്ങനെ ഓയിൽമെൻ്റ് ഒക്കെ ഇട്ടു. പിറ്റേ ദിവസം ആയപ്പോൾ കുമിളകളെല്ലാം വീർത്തു കേട്ടോ. 2 മുട്ടിലും നല്ലവണ്ണം വീർത്തിട്ട് ഭയങ്കര നിർബന്ധം കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ തന്ന ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടി വായിൽ കാലിൽ ഒക്കെ പല ഭാഗത്തും ഇങ്ങനെ കുമിളകൾ വന്നിരുന്നു. അങ്ങനെ ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടിയപ്പോഴത്തേക്ക് ആശ്വാസമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ കുവരകായിരുന്നു. കുറച്ച് ദിവസങ്ങളിൽ കുറുക്കുകളായിരുന്നു മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന്തേ ചിത്തോട്ടിന് കുറവായി. അവൻ്റെ ചിരി കണ്ടപ്പോൾ നമുക്ക് ഇത്തിരി സമാധാനമായത് കേട്ടോ. അതേ അണ്ണൻ കളിപ്പിക്കുവാണ്. അനിയൻ കുറേ നാളെ വേദനയൊക്കെ കാരണം കരച്ചിലൊക്കെ ആയിരുന്നതുകൊണ്ട് പിന്നെ ഇന്ന് ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിപ്പിച്ചു കേട്ടോ. അപ്പം നമ്മൾ അമ്മമാർ എപ്പോഴും കരുതിയിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് പറയാൻ അറിയില്ലല്ലോ. എന്തായാലും ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പോൾ അതേ ജിത്തൂട്ടിനെ പൂർണ്ണ ആരോഗ്യമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണം. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്ന കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. താങ്ക്